നിങ്ങളുടെ കുട്ടികൾ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ബാക്കിലോട്ടാകുന്നുണ്ടോ? അവരുടെ കൂട്ടുകാരോടൊപ്പം ഓടിയെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ പോകുന്നുണ്ടോ? അതുപോലെ അവർക്ക് ഹോംവർക്ക് ചെയ്യുമ്പോൾ മടി കാണിക്കുക, അല്ലെങ്കിൽ ജനറലി പഠിത്തം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നുണ്ടോ? എനിക്കത് മനസ്സിലാവും. കാരണം ഒരിക്കൽ ഞാനും അതുപോലൊരു കുട്ടിയായിരുന്നു. എനിക്ക് എൻ്റെ പഠന കാര്യങ്ങളിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കമ്പാരിസണും ഒരുപാട് വഴക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു കാര്യം എന്നിൽ ഉണ്ടാക്കിയൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മടിയനാണ്, അല്ലെ ഞാനൊരു ഉഴപ്പനായതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. പിന്നെ ഞാൻ ആ ഒരു ടാഗ് ലൈൻ അങ്ങ് സ്വീകരിച്ചു. ഞാനൊരു ഉഴപ്പനാണ്, അപ്പോൾ പിന്നെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു നിലയിലോട്ട് ഞാൻ തന്നെ മാറി. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ സൈക്കോളജിയുടെ ഒരു കോഴ്സ് എടുക്കുകയുണ്ടായി. ആ കോഴ്സ് എടുത്ത സമയത്താണ് ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്, എനിക്ക് ഡിസ്ലെക്സിയ എന്നൊരു ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട്. അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരാളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതല്ല ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള ഒരാളുടെ ബ്രെയിൻ ജനറലി അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ ഉള്ളിലെ ടീച്ചർ ആകുക എന്നുള്ള ഒരു ആഗ്രഹത്തെ അത് കുറച്ചുകൂടെ സോളിഡിഫൈ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ടീച്ചിങ് കോഴ്സ് എടുത്തു, ഞാനൊരു ടീച്ചറായി. അതിൽ നിന്നാണ് ഇന്ന് ശ്രദ്ധ എന്ന് പറയുന്ന ഞങ്ങളുടെ ഇനിഷ്യേറ്റീവിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. എനിക്ക് ആ പ്രോസസ്സിൽ എന്നോട് കൂടെ നിൽക്കാൻ പറ്റുന്ന 2 പാർട്ട്നേഴ്സിനെ എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ശ്രദ്ധ എന്ന ഇനിഷ്യേറ്റീവ് തുടങ്ങി. ഈ ശ്രദ്ധയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓരോ കുട്ടികൾക്കും അവർക്ക് അർഹിക്കുന്ന ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുക. ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ജനറലി ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള എക്കോസിസ്റ്റമാക്കി മാറ്റുക. ഓരോ കുട്ടികൾക്കും ഓരോ ഇൻഡിവിജ്വൽ നീഡ്സ് ആണ്. അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഒരു ടീച്ചർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ അതിൽ നന്നായി പഠിക്കുന്നവരുമുണ്ട്, എന്നാൽ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ടീച്ചേഴ്സിലൂടെ ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിച്ചു. ചിലർക്ക് നമ്മൾ ബേസ് മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചില കുട്ടികൾക്ക് അവർക്ക് ജസ്റ്റ് അവരുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരാളെ മതി. ആ രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്, ഓരോ കുട്ടികൾക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ലഭിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കുട്ടി അർഹിക്കുന്ന പേഴ്സണൽ അറ്റൻഷൻ നമുക്ക് ശ്രദ്ധയിലൂടെ നൽകാം. ഈ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് ജോയിൻ ശ്രദ്ധ ടു മേക്ക് learning a wonderful experience for your child.